വെൽക്കം ടു ലെസ്മി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന സെക്ഷനിലെ ആക്ടിവിറ്റിയിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റിയിലെ 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ചോദ്യം. Prove that the length of the perpendicular from any point on the bisector of an angle to the sides are equal. എന്താണ്? ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എന്താ? ഒരു ബൈസെക്ടർ ഉണ്ട്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ബൈസെക്ടറിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ആംഗിൾ വരയ്ക്കാം. സപ്പോസ് ഞാൻ ഒരു 80 ഡിഗ്രിയിലുള്ള ഒരു ആംഗിൾ വരച്ചു. സോ ഇത് 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. നമുക്കിവിടെ ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഇതിന് പേര് കൊടുക്കുന്നു ABC. So angle ABC is equal to 80 degree. Okay. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ബൈസെക്ടർ ഉണ്ട് അല്ലെ. സോ ആംഗിൾ ബൈസെക്ടർ എന്ത് ചെയ്യുന്നു? ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് ഇവിടെ ആംഗിൾ ABCക്ക് ഒരു ബൈസെക്ടർ വരയ്ക്കാം. സോ ഞാൻ ഇവിടെ ഒരു ബൈസെക്ടർ വരച്ചു. സോ ഈ ബൈസെക്ടർ എന്ത് ചെയ്യുന്നു? ഈ 80 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിനെ 2 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 40 ഡിഗ്രി ഈച്ച് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ. സോ ഇതാണ് നമ്മുടെ ബൈസെക്ടർ. സോ ബൈസെക്ടറിന് ഞാൻ BD എന്ന് കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു. സോ BD എന്ന ബൈസെക്ടറിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ BD എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു. സപ്പോസ് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് 2 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കാം. എവിടേക്കാണ് വരയ്ക്കേണ്ടത്? ടു ദ സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ആംഗിളിന്റെ 2 സൈഡ്സിലേക്ക്, ദാറ്റ് ഈസ് ABയിലേക്കും BCയിലേക്കും ആണ് നമ്മൾ ബൈസെക്ടറിൽ നിന്നും 2 പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. സോ ഞാൻ 2 പെർപെൻഡിക്കുലറിനെ വരയ്ക്കുന്നു. ഓക്കെ, സോ പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ എന്താ? 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഈ പോയിന്റ് നിന്നാണ്, ഏതൊരു പോയിന്റ് നിന്നാണോ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുന്നത് ആ പോയിന്റിന് ഞാൻ E എന്ന് പേര് കൊടുക്കുന്നു. സപ്പോസ് EF ആൻഡ് EG എന്ന് പറയുന്നതാണ് 2 പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾസ് കിട്ടിയിരിക്കുന്നു അല്ലെ. ട്രയാങ്കിൾ FBE ആൻഡ് ട്രയാങ്കിൾ EBG അല്ലെ. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. സോ ട്രയാങ്കിൾ FBE ആൻഡ് ട്രയാങ്കിൾ EBG ഓക്കെ. എങ്ങനെ കിട്ടിയത്? നമ്മുടെ ബൈസെക്ടറിൽ നിന്ന് BD എന്ന ബൈസെക്ടറിലെ ഒരു പോയിന്റ് ആയ Eയിൽ നിന്നും നമ്മൾ 2 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു. എവിടേക്ക്? 2 സൈഡ്സിലേക്ക്, ആംഗിളിന്റെ 2 സൈഡ്സ് ആയ ABയിലേക്കും BCയിലേക്കും 2 പെർപെൻഡിക്കുലർ വരച്ചു. EFഉം അതുപോലെ EGയും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ EFന്റെ ലെങ്ത്തും EGയുടെ ലെങ്ത്തും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? EF is equal to EG. സോ നമുക്കിത് എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം. നമുക്കിപ്പോ ഇവിടെ എന്താണ്? 2 ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഈ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഈ 2 ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് BE ആണ്. സോ BE എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്, കോമൺ സൈഡ് ആണ്. ഓക്കെ, ഇനി ഈ 2 ട്രയാങ്കിളിന്റെയും 2 ആംഗിൾസ് നമുക്കറിയാം അല്ലെ. സോ ആംഗിൾ FBE എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് ആൻഡ് ആംഗിൾ EBG എന്ന് പറയുന്നതും 40 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ആംഗിൾ FBE is equal to angle EBG. That is equal to 40 degree. So ഈ 2 ട്രയാങ്കിളിന്റെയും ഓരോ ആംഗിൾ എന്താണ്? 40 ഡിഗ്രി ഈച്ച് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? നമ്മൾ 2 പെർപെൻഡിക്കുലർ ആണ് വരച്ചത്. സോ പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ എന്താ? 90 ഡിഗ്രി ഈച്ച് ആണ്.
സോ നമുക്ക് പറയാം ആംഗിൾ ഇ എഫ് ബി ഈക്വൽ ടു ആംഗിൾ ഇ ജി ബി, രണ്ടും 90 ഡിഗ്രി ഈച്ച് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ ഇ എഫ് ബി ഈക്വൽ ടു ആംഗിൾ ഇ ജി ബി, that is equal to 90 degree. സോ ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ആയെന്ന് കിട്ടി, അതുപോലെ ഒരു സൈഡ് കോമൺ ആണെന്നും കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ, ഈ രണ്ട് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുക? രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ലേ? എങ്ങനെയാണ്? ടോട്ടൽ സം ഓഫ് ദി ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലേ? സോ രണ്ട് ആംഗിൾ നമുക്ക് അറിയാം, 40 ഡിഗ്രി 90 ഡിഗ്രി ആണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി, ദാറ്റ് ഈസ് 40 പ്ലസ് 90. എത്ര കിട്ടും? 180 മൈനസ് 40 പ്ലസ് 90 എന്ന് പറയുന്നത് 130. സോ 180 130 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 50 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ഈച്ച് ആണ് അല്ലേ? സോ ഈ മൂന്ന് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 പ്ലസ് 40 എന്ന് പറയുന്നത് 90, 90 പ്ലസ് 90 180. സോ ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഈച്ച് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ആംഗിൾ എഫ് ഇ ബി ഈക്വൽ ടു ആംഗിൾ ഇ ജി ബി എന്ന് കിട്ടി അല്ലെ? നമുക്ക് എഴുതാം ആംഗിൾ എഫ് ഇ ബി is equal to angle EGB, that is equal to 50 degree. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും മൂന്ന് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്, അതുപോലെ ഒരു സൈഡ് കോമൺ ആണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ആണെന്ന്. ഇവിടെ മൂന്ന് ആംഗിൾ ഈക്വൽ ആണ്, അതുപോലെ ഒരു സൈഡ് കോമൺ ആണ്. സോ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിള് കോൺഗ്രുവന്റ് ആണ്. ഇങ്ങനെ പറയാൻ കാരണം എന്താ? ബാക്കി രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. എങ്ങനെയാണ് നമ്മൾ ബാക്കി രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറയാ? നമുക്കറിയുന്ന ഒരു റിസൾട്ട് ആണ്, ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ് അല്ലെ? സോ ഇവിടെ എന്താണ്? 40 ഡിഗ്രി ഈച്ച് ആണ്. ഈ രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. സോ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഇ എഫും ഇ ജിയും. സോ നമുക്ക് പറയാം ദ സൈഡ്സ് opposite to the equal angles are equal. Hence, we can say that EF is equal to EG. Okay? ഈ റിസൾട്ട് കാരണമാണ്. The sides opposite to the equal angles are equal. Equal angles are equal. Hence, നമുക്ക് എന്ത് പറയാം? EF is equal to EG. So, ഈ ബൈസെക്ടറിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആറാമത്തെ പ്രോബ്ലം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? 4 സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ. ഓക്കെ, സോ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ രണ്ട് ഡയഗണൽസിനെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ 4 ട്രയാങ്കിൾസിൽ 3 ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇവിടെ തന്നത്. 60 സെന്റിമീറ്റർ സ്ക്വയർ, 30 സെന്റിമീറ്റർ സ്ക്വയർ, 40 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഈ ഇവിടുത്തെ ഏരിയ എന്താന്ന് നമുക്ക് അറിയില്ല ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഹോൾ ക്വാഡ്രിലാറ്ററൽ. നമ്മളോട് പറഞ്ഞത് ഈ ഏരിയ കാണാനല്ല, മറിച്ച് ഈ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ മൊത്തം എത്രയാ? 4 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയത്. ഈ ട്രയാങ്കിൾസ് എങ്ങനെ കിട്ടിയത്? ഡയഗണൽസ് ജോയിൻ ചെയ്തിട്ടാണ് അല്ലെ? ഇപ്പോ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളിനെയും ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ പേര് കൊടുക്കാം. സോ ABCD നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ആണ്, ക്വാഡ്രിലാറ്ററൽ ABCD. നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ ABCDയുടെ ഏരിയ ആണ് കാണേണ്ടത്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രയാങ്കിൾ ഡിവിഷന്റെ ആദ്യത്തെ റിസൾട്ട് ആണ്. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവും അല്ലെ? എന്തായിരുന്നു നമ്മൾ ആദ്യത്തെ റിസൾട്ട്? A line drawn
from any side of a triangle to its opposite side divides the length as well as the area of the triangle in the same ratio. അല്ലെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈന് ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്തിനെയും അതുപോലെ സോ ഫോംഡ് ട്രയാങ്കിൾസിന്റെ ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണ്. അല്ലെ, ഈ ലെങ്ത് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും കിടക്കുന്നത്. ആണല്ലോ. സോ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ ബി ഡി സി കൺസിഡർ ചെയ്യാൻ പോവാണ്. ബി ഡി സിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കാം. ട്രയാങ്കിൾ ബി ഡി സി. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ. സി എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നൊരു ലൈൻ വരുന്നുണ്ട്. സോ ആ ലൈനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 40 സെന്റിമീറ്റർ സ്ക്വയറും 30 സെന്റിമീറ്റർ സ്ക്വയറും അല്ലെ. ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ ഞാൻ ഒന്ന് റീഡ്രോ ചെയ്തു, ഒന്നുകൂടെ വരച്ചു. എന്നിട്ട് സിയിൽ നിന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈനിനെ ഞാൻ വരച്ചു. ഓക്കെ, ഇവിടെ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? ഈ റിസൾട്ട് വെച്ചിട്ട് ഈ ഏരിയ ഏത് റേഷ്യോയിലാണോ കിടക്കുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും എന്ത്? ഈ രണ്ട് ലെങ്ത്തിന്റെ റേഷ്യോയും കിടക്കുന്നത് അല്ലെ. സോ ഈ റേഷ്യോ എന്ന് പറയുന്നത് XY ആണെന്ന് വിചാരിക്കും. നമുക്കറിയില്ല. സോ ഈ X:Y എന്താണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ കിട്ടുക? നമുക്കറിയാം X:Y is equal to 30:40 അല്ലെ. X:Y എന്ന് പറഞ്ഞാൽ എന്താണ്? X/Y is equal to 30/40. സോ നമ്മൾ എന്താണ്? 30/40 നമുക്ക് ഇനി ചെറുതാക്കാം അല്ലെ, സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 3:4. സോ X:Y എന്ന് പറയുന്നത് 3:4 ആണ്. സോ 3:4 എന്ന റേഷ്യോയിലാണ് ഈ ലൈൻ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ റേഷ്യോ എന്ന് പറയുന്നത് 3:4 എന്നാണ്. മനസ്സിലായി? നമ്മൾ എന്താ ചെയ്തത്? ബി ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന് ഇവിടെ വരച്ചു. ഇവിടെ സിയിൽ നിന്നൊരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈൻ എന്ത് ചെയ്യുന്നു? ബി ഡി അല്ലെങ്കിൽ ഡി ബി എന്ന് പറഞ്ഞ ഈ ബേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എക്സും വൈയും ആയിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിളും ഫോം ചെയ്യുന്നുണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ സ്ക്വയറും 40 സെന്റിമീറ്റർ സ്ക്വയറും ആണ്. സോ നമുക്ക് ട്രയാങ്കിൾ ഡിവിഷന്റെ ഫസ്റ്റത്തെ റിസൾട്ട് എന്താണ്? ഈ ലൈന് നമ്മുടെ ബേസിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ ഏരിയനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഏരിയ എന്താണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയയുടെ റേഷ്യോ എടുക്കാം അല്ലെ. സോ 30:40 എന്നെടുത്തു. സോ X/Y is equal to 30:40. That is X/Y എന്ന് പറയുന്നത് 3/4 ആണ് കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ലൈനിന്റെ റേഷ്യോ കിട്ടി 3/4 അഥവാ 3:4 എന്ന റേഷ്യോയിലാണ് ഈ ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ലൈൻ ബി ഡി. ഓക്കെ, ഇനി ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി ഡി. ഓക്കെ, സോ ട്രയാങ്കിൾ എ ബി ഡിനെ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. എ ബി ഡി, എ ബി ഡി. ഓക്കെ, സോ എ ബി ഡി എന്ന് പറയുന്നതില് നമുക്ക് 3:4 എന്ന റേഷ്യോയിലാണ് ഇവിടെ ഡിവൈഡ് ചെയ്തത് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 3:4 എന്ന് പറയുമ്പോൾ എ ഡി ബി 3:4. ദാറ്റ് ഈസ് 3:4 എന്ന റേഷ്യോയിലാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 60 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ ഈ ഏരിയ എന്താണെന്ന് നമുക്ക് അറിയില്ല. സോ ഈ ഏരിയ എങ്ങനെ നമ്മൾ കാണുക? ഇതേ റിസൾട്ട് വെച്ചിട്ട് അല്ലെ. ഈ ബേസിനെ ബി ഡി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഡി ബി എന്ന് പറഞ്ഞ ബേസിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും കിടക്കുന്നത് അല്ലെ. സോ നമുക്കറിയാം, നമുക്ക് എഴുതാം 3:4 is equal to 60:, ഇവിടെ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു, എക്സ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4
is equal to 60 by x. Okay. അപ്പോൾ നമുക്ക് അറിയാം 3x is equal to 60 into 40. That is 3x is equal to 60 into 40. So x is equal to എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 3നെയും 16നെയും ക്യാൻസൽ ചെയ്തൂടെ? 20 കിട്ടും. That is 80. So ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളിവിടെ ചെയ്തത് ഒന്നുമില്ല. ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ചു. ഇവിടെ നമുക്ക് ഈ റേഷ്യോ എന്ന് പറയുന്നത് 3:4 എന്നാണ്. സോ 3:4 എന്ന് എഴുതി. സോ ഈ 3:4 എന്ന റേഷ്യോയിലാണ് ഈ ലൈനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും കിടക്കുന്നത്. സോ 60:x ആണ്. സോ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. നമുക്കിവിടെ കിട്ടി 80 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഈ ഏരിയ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ 4 ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തത്. 4 ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണാനായിരുന്നു. ഇനി നമുക്ക് ഈ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഏരിയ കാണുക? ഈ 4 ഏരിയയുടെയും ടോട്ടൽ കാണുക. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD is equal to 60 plus 80 plus 30 plus 40. Okay, so 60 plus 80 plus 30 plus 40 എത്ര കിട്ടും? 100 plus 110 that is equal to 210. That is 210 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു ഏരിയ നമുക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു ഏരിയ നമ്മൾ ട്രയാങ്കിൾ ഡിവിഷന്റെ ഫസ്റ്റ് റിസൾട്ട് വെച്ച് കണ്ടുപിടിച്ചു. സോ അതിനുശേഷം നമുക്ക് ഈ 4 ഏരിയയും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇതാണ് 210 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ. ഓക്കെ, ആക്ടിവിറ്റിയിലെ പ്രോബ്ലംസ് ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരു 3 പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലായ ലിസ്മി സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യണം. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.